ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേജ് ഫില്ലിംഗ് ഐഡിയാസ് അല്ലെങ്കിൽ കുറച്ച് ജേർണൽ ഐഡിയാസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊരു സ്ക്രാപ്പ് ബുക്കിംഗ് തീമിലല്ല, ഒരു ജേർണലായിട്ടാണ്. അതായത് കുറച്ച് എഴുതി കുറിച്ച് വരച്ച് അങ്ങനെയൊക്കെ ആയിട്ടോ ചെയ്യാൻ പോകുന്നത്. എല്ലാവരുടെയും കയ്യിൽ കുറേ ബുക്ക് കാണും, പക്ഷെ അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ഐഡിയാസ് ഒന്നും കിട്ടുന്നുണ്ടാവില്ല അല്ലേ. അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഒരു എന്താ പറയുക, ഇൻട്രൊഡക്ഷൻ പേജ് പോലൊക്കെ. അതായത് നമ്മളെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് എന്താ, ദിസ് ബുക്ക് ബിലോങ്സ് ടു മീ, അതായത് ഈ ഒരു ബുക്ക് എൻ്റേതാണ്, അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊക്കെ എഴുതി കൊടുത്ത് വേണമെങ്കിൽ എൻ്റെ പേര് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം. അല്ലാതെ ലൈക്ക് നമ്മളെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു പേജിൽ എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ പേര് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് 2-3 കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം. നമുക്കിതല്ലാതെ നമ്മളെ പറ്റി ഒരു നല്ലോണം ഒരു ഇൻട്രൊഡക്ഷൻ പേജ് നമുക്കൊരു എബൌട്ട് മീ പേജായിട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ പേജ് എന്നല്ലെങ്കിൽ ഒരു ഫ്രണ്ട് പേജ് ഐഡിയ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫസ്റ്റ് പേജിൽ ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ പേര് ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ സ്ഥലം ഇതാണ്, അങ്ങനെ വേണമെങ്കിലൊക്കെ എഴുതി കൊടുക്കാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഒരാൾ നമ്മുടെ ബുക്ക് വായിക്കുകയാണെങ്കിൽ, ഓക്കെ ഇവള് ഇതാണല്ലേ പേര്, ഇവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇതിന്. പിന്നെ ലൈക്ക് എന്താ പറയുക, നമുക്കിതല്ലാതെ നമ്മളെപ്പറ്റി ഒരു എബൌട്ട് മീ പേജ് ചെയ്യാം. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു എബൌട്ട് മീ പേജാണ്. നമുക്ക് വരിയെ വരുമ്പോൾ കാണാം. എന്നിട്ട് ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയും ഒക്കെ ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഉറക്കം വരുന്നു ഗൈസ്, 1 മണിയായി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പേജ് വന്നിട്ട് എബൌട്ട് മീ പേജാണ്. അതായത് എന്നെക്കുറിച്ച്. അപ്പം എൻ്റെ ലൈക്ക് എന്താ പറയുക, എൻ്റെ ബർത്ത്ഡേ, എൻ്റെ സ്ഥലം, അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് സോങ്, എൻ്റെ ഫേവറേറ്റ് ഫിലിം, കളർ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം എബൌട്ട് മീ പേജിൽ. അതായത് നമ്മളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എഴുതി കൊടുക്കാം. അതായത് ഇതിപ്പം എന്തിനായിരുന്നെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പിന്നിലെ തിയറിയൊന്നും എനിക്കറിയില്ല. എന്തോ ഓക്കെ, അത് വിട്, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. എന്താ പറയുക, ഞാൻ ആദ്യം കുറച്ചിങ്ങനെ തൊപ്പി, മറ്റേ ബർത്ത്ഡേക്കൊക്കെ ഉള്ള തൊപ്പി വരച്ചിട്ട് അതിനകത്ത് ഞാൻ എൻ്റെ പേരില്ല, സോറി ഗൈസ്, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി കൊടുത്തു. അതായത് എൻ്റെ ബർത്ത്ഡേ ഞാൻ എഴുതി കൊടുത്തു. പിന്നെ എനിക്കിഷ്ടമുള്ള ഫിലിംസ്, സോങ്, കളർ, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് റാൻഡമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഞാൻ എഴുതി കൊടുത്തു. പിന്നെ ഞാൻ എഴുതിയിട്ടുള്ളത് ലിസ്റ്റ് ചെയ്താട്ടോ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതുമ്പോൾ ഞാനിപ്പോൾ ആദ്യം ചെയ്ത പോലെ ഇങ്ങനെ ഓരോന്നിങ്ങനെ വരച്ചിട്ട് അതിനുള്ളിൽ എഴുതാം. ഞാനിപ്പം തൊപ്പി വരച്ചിട്ട് അതിനകത്ത് എൻ്റെ ബർത്ത്ഡേ എഴുതി. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലം പോലെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് കുറച്ച് മരവും മലയും ഒക്കെ വരച്ചിട്ട് അതിനകത്ത് ഇപ്പം എൻ്റെ സ്ഥലം അങ്ങനെ എഴുതി കൊടുക്കാം. അപ്പം നിങ്ങളുടെ സ്ഥലം ഏതാണോ ആ സ്ഥലം എഴുതി കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ ഏജ്, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ഇങ്ങനെ കാര്യങ്ങളായിട്ടിങ്ങനെ ലൈക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ എഴുതി കൊടുക്കാം. ഞാൻ പക്ഷേ ഇവിടെ പോയിൻ്റഡ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഓരോ പോയിൻറ്റ്സ് ഇട്ടിട്ട് അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു കാര്യം നോട്ട് ചെയ്ത് കാണും, ആ എബൌട്ട് മീ പേജിൽ ഞാൻ എബൌട്ട് എന്ന് എഴുതിയിട്ട് എം എന്താ മേളിൽ എഴുതിയിരിക്കുന്നത്, എം ഇടാൻ മറന്നു പോയെന്നായിരിക്കും പലവരും വിചാരിച്ചിട്ടുണ്ടാവുക. എന്നാലും ഞാൻ മറന്നു പോയതല്ല ഗൈസ്. ഞാൻ കഴിഞ്ഞ ദിവസം പിൻട്രസ്റ്റിൽ ഇങ്ങനെ ബോർഡർ ഐഡിയാസൊക്കെ നോക്കിയ സമയത്ത് ഇങ്ങനെ ഇംഗ്ലീഷ് അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. അതിൽ ഇംഗ്ലീഷ് എഴുതിയിട്ട് അസൈൻമെൻ്റ് എന്ന് എഴുതി, പക്ഷേ ഇല്ലാതെ ഇതുപോലെ ഞാൻ ഈ കാണിച്ചതുപോലെ അങ്ങ് മേളിലോട്ട് അവരങ്ങ് വേറെ കളർ വെച്ച്, അതിൽ ചെറിയ പെന്ന് വെച്ചിട്ട് എഴുതി. പക്ഷെ അത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു. ഇത് പിന്നെ കൊള്ളാമെങ്കിൽ നിങ്ങൾ പറയണം. ഓക്കെ, കുഴപ്പമില്ലാന്ന് തോന്നില്ലേ. പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഡെക്കറേഷൻ പണിക്ക് വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്റ്റിക്കേഴ്സ് എല്ലാം ഞാൻ കുറച്ച് കൈ കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വരച്ചു. എന്നിട്ട് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു. ഞാൻ മറ്റേ മ്യൂസിക്കിൻ്റെ ഇങ്ങനത്തെ കുറച്ച് പിക്ചേഴ്സൊക്കെ ഇല്ലേ, അതൊക്കെ ഞാനിങ്ങനെ വരച്ച് കൊടുത്തു. പക്ഷേ എനിക്കത് അത്രയ്ക്കും കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം കറക്റ്റല്ല വരച്ചത്. കാരണം ഇങ്ങനെയൊന്നും അല്ലടാ എന്തായിരുന്നു എൻ്റെ മനസ്സിൽ അന്നേരം വന്നത്, വേറെ എന്തെങ്കിലുമാണത് ചെയ്യുന്നത്. ഞാൻ തട്ടിക്കൂട്ടി അങ്ങനെ ചെയ്തു. പിന്നെ ഞാൻ ജസ്റ്റ് ആ ഫിലിമല്ല, മൂവി എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. മൂവിയുടെ ഷോർട്ട് ഫോം ആട്ടോ എഴുതിയിട്ടുള്ളത്.
അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇത്രയും ഞാൻ എഴുതിയുള്ളൂ എന്ന് തോന്നി. അപ്പോൾ ഞാൻ പിന്നെ പോയിട്ട് ഫേവറേറ്റ് കളർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിങ്ങനെ എഴുതി കൊടുത്തു. എന്നിട്ട് അതിൽ ഞാനിങ്ങനെ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ എഴുതി കൊടുത്തു. പിന്നെ 4 സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു കൊടുത്തു. അല്ല 4 ഒട്ടിച്ചിട്ടില്ല, ഒരു 2-3 മതി. സോ ഞാൻ ഫസ്റ്റ് അടിച്ചിട്ടുള്ളതൊരു ടൂലിപ്പ് പോലത്തെ ഒരു ഫ്ലവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ടൂലിപ്പാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ടൂലിപ്പിൻ്റെ കുഞ്ഞമ്മയുടെ മോനൊക്കെ ആയിട്ട് വരുമായിരിക്കുമല്ലേ. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ വേറൊരു പൂവും ബട്ടർഫ്ലൈ ഒക്കെ ഒട്ടിച്ചു കൊടുത്തു. ആ പേജ് റെഡിയാണ്. സോ നെക്സ്റ്റ് പേജ് വന്നിട്ട് എൻ്റെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പേജാണ് ഈ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ഒരു എസ്തെറ്റിക് വൈബ് ഉണ്ടായിരുന്നു അതിന്. സംഭവം എന്താണെന്ന് വെച്ചാൽ സ്റ്റോപ്പ് എന്ന് വെച്ചാൽ ബസ് സ്റ്റോപ്പും ഒന്നുമില്ല കേട്ടോ. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ തിങ്സ് ഐ വാണ്ട് ടു സ്റ്റോപ്പ്. അതായത് എനിക്ക് എൻ്റെ ലൈഫിൽ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ഹാബിറ്റ്, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റിയേ പറ്റൂ, ഇത് എനിക്ക് സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പേജ് മസ്റ്റാണ്. നിങ്ങളിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ തുറന്നു നോക്കുക എന്തൊക്കെ ശീലങ്ങൾ ഞാൻ മാറ്റി എന്നുള്ളത്. ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലൈക്ക് ഓവർ തിങ്കിങ്, ജങ്ക് ഫുഡ് കഴിക്കുന്നത്, അങ്ങനെയൊക്കെ കുറേ എഴുതി കൊടുത്തു. പിന്നെ ഞാൻ ഇവിടെ വേറൊരു രസമുള്ള കാര്യം എന്താ എഴുതിയെന്ന് വെച്ചാൽ ഞാൻ മൈ ഹാബിറ്റ് എന്നങ്ങ് എഴുതി വെച്ചു. കാരണം എനിക്കെൻ്റെ ഹാബിറ്റേ ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു റൊട്ടീനൊന്നുമില്ല. എനിക്ക് ലൈക്ക് ഇങ്ങനെ മറ്റേ പിൻട്രസ്റ്റിലും അവിടെയൊക്കെ കാണാം, പിൻട്രസ്റ്റിലല്ല ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഈസ്തെറ്റിക് വീഡിയോസൊക്കെ കാണില്ലേ, ഇങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ഞാൻ എന്ന് പറഞ്ഞാലായിട്ട് ഞാൻ നേരത്തെയൊക്കെ ആണെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ എല്ലാം ഭയങ്കര റൂമൊക്കെ നല്ല നീറ്റാക്കി ക്ലീനാക്കി ഈസ്തെറ്റിക്കായിട്ട് കൊണ്ട് നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് എല്ലാം കൂടെ ഇങ്ങോട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് സമയം കണ്ടെത്താൻ ശരിക്കും സമയമില്ല. അപ്പം ഞാൻ ആണെങ്കിൽ അങ്ങനെ പണ്ടത്തെ പോലെ അങ്ങനെ ഭയങ്കരമായിട്ട് എസ്തെറ്റിക്കായിട്ടൊന്നും അല്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ഡെസ്കൊക്കെയാണ് ഞാൻ ഭയങ്കര കത്ത് സൂക്ഷിച്ചിങ്ങനെ ആക്കുന്നത്. ബാക്കി എൻ്റെ തറ മൊത്തം ഇങ്ങനെ ഭയങ്കര വൃത്തിയായിരിക്കും. പിന്നെ ഞാൻ ഇന്നാണ് ഒന്ന് വൃത്തിയാക്കിയത്. സോ ഇനിയും നമുക്ക് കുറച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. അപ്പം ലൈക്ക് എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്നും നല്ല ആയിരിക്കത്തില്ല ചിലപ്പം മിക്കവർക്കും ഇങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് എനിക്കിങ്ങനെ ആഗ്രഹങ്ങളുണ്ട്. കാരണം ഞാനിങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭയങ്കരമായിട്ട് റൊമാൻറ്റിസൈസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ അതിനുള്ള ടൈമില്ല എന്നുള്ളതാണ് ഗൈസ് സത്യം. സമയം ഭയങ്കര ഒരു വലിയ തിങ്ങാണ് എൻ്റെ ഒരു ലൈഫിൽ. സമയം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരു 24 മണിക്കൂർ 48 മണിക്കൂറായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന്. ഓക്കെ. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ രാത്രിയിലാണ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതും എടുക്കുന്നതും ഒക്കെ രാത്രിയിലാണെങ്കിൽ എനിക്ക് രാവിലെ പണികളൊക്കെ ചെയ്യാൻ പറ്റൂ. വീഡിയോ അപ്ലോഡ് ചെയ്യണം, പിന്നെ ചില്ലറ സാധനങ്ങൾ അല്ലാതെ നമുക്ക് വീട്ടിലെ കുറച്ച് പണികളൊക്കെ കാണുമല്ലോ. ഫുൾ ടൈം നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഞാനിപ്പോൾ രാത്രിയിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചങ്ങനെ എന്താ പറയുക ടൈമിൻ്റെ പ്രശ്നമുണ്ട്. കാരണം ഉറങ്ങുമ്പോൾ ലേറ്റാവും. ഇപ്പം തന്നെ ഒരുപാട് സമയമായി വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഉറങ്ങുമ്പോൾ ലേറ്റാവും, എന്നിട്ട് പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ ലേറ്റാവും. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്കൂളൊക്കെ തുടങ്ങുമ്പോൾ അതിങ്ങനെ കറക്റ്റ് റൊട്ടീനിലൊക്കെ അങ്ങ് പൊക്കോളൂ, അതൊന്നും കുഴപ്പമില്ല. പറഞ്ഞു നമ്മുടെ പേജ് അങ്ങ് തീർന്നു പോയി. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വേറെ പേജായി പോയി. ഓക്കെ. ഈ പേജ് എന്താണെന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് പേജാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പേജ് എന്ന് വെച്ചാൽ ലൈക്ക് നമ്മൾ എന്തിനൊക്കെ ഗ്രേറ്റ്ഫുൾ ആണെന്ന് എഴുതി കൊടുക്കുക. ഇപ്പം ലൈക്ക് ഫോർ എക്സാമ്പിൾ എന്താ പറയുക, എനിക്കിപ്പം നിങ്ങൾ ഇമാജിൻ ചെയ്യുക, എനിക്കിപ്പോൾ ഒരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടി. സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കാം. സോ അത് സാക്ഷാത്കരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഗൈസ്. ഓക്കെ. അവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞപ്പോഴേക്കും അവിടെ പൊട്ടിത്തെറി ഉണ്ടായി. അതൊന്നും കുഴപ്പമില്ല. ഓക്കെ അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്, എന്നാലേ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഒരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അതിന് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ഹാവിങ് എ സിൽവർ പ്ലേ ബട്ടൺ. അപ്പോൾ അങ്ങനെ എന്തിനൊക്കെ ഞാൻ ഗ്രേറ്റ്ഫുള്ളാണെന്നുള്ളതാണ് ഈ ഒരു പേജിൽ നമ്മൾ എഴുതേണ്ടത്. ചെറുതായിട്ട് വീണ്ടും പേജ് മാറി, കാരണം നമ്മൾ പറഞ്ഞു വരുമ്പോൾ കുറേ അങ്ങനെ ആയിപ്പോകുന്നതാണ്. പിന്നെ ഗൈസ് എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ബിക്കോസ് എന്താ പറയുക, എനിക്കും ഒരു യൂട്യൂബറൊക്കെ ആവാൻ ആഗ്രഹമുണ്ട്. ഒരു 100K സബ്സ്ക്രൈബേഴ്സൊക്കെ ആവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്.
ഓക്കെ. സോ നെക്സ്റ്റ് പേജ് വന്നിട്ടൊരു മന്ത്ലി ജേണലാണ്. മന്ത്ലി ജേണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മളൊരു മന്ത്ലി ജേണൽ ചെയ്തിട്ടുണ്ട്. സോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ മാസം തുടങ്ങുമ്പോഴും അതിന് ആ ഒരു ഇതെഴുതിയിട്ട് ഇങ്ങനെ കുറച്ച് സിമ്പിളായിട്ട് ഡിസൈൻസൊക്കെ വരച്ച് കൊടുക്കുന്നതാണ് മന്ത്ലി ജേണൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഞാനിവിടെ മെയ് മന്തൊക്കെ കഴിഞ്ഞെങ്കിലും ഞാനൊരു മെയ് മന്തിൻ്റെ ജേണലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കോമൺലി ചെയ്യുന്നത് ഓരോ മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു എനിക്കിപ്പോൾ മെയ് ആണെങ്കിൽ മെയ് ഫസ്റ്റ്, അല്ല ഏപ്രിലാണെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ്, അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് കൂടുതലും ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത്. സോ ഞാനും ഇതുപോലെ മെയ്യിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഭയങ്കര സിമ്പിളായിട്ട് ഒരു പേജാട്ടോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞ് അടുത്ത പേജ് എത്തിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കോട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഉള്ളത് പറയാലോ, എനിക്ക് ഈ പേജ് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ബിക്കോസ് ഞാൻ ചെയ്ത് കുളവാക്കി. സംഭവം എന്താ പോസിറ്റീവ് കോട്ട്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനൊരു മൂഡില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്മൾ കോട്ട്സൊക്കെ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഈ കോട്ട്സൊക്കെ വായിച്ച് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് ഓരോന്നൊക്കെ ചെയ്യണം. അതാണ് ഈ ഒരു പേജിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഒരു തകർന്ന് നിൽക്കുകയാണ്, നമ്മൾ ഈ കോട്ട്സൊക്കെ വായിച്ച് നമ്മളങ്ങനെ ഉയർന്നെണീക്കണം. അതാണ് ഈ ഒരു പേജിൻ്റെ മെയിൻ കാര്യം എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ കളറൊക്കെ അടിച്ച് കുളമാക്കി കൊടുത്തു. എന്നിട്ട് 2 പൂവൊക്കെ വരച്ച് കൊടുത്ത് അതിലും കുളമാക്കിയിട്ടുണ്ട്. ആ പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ അടിച്ച കളർ എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. എന്നിട്ട് ഞാൻ ആ പോസിറ്റീവ് എന്നുള്ളതൊക്കെ ഞാനങ്ങ് ബ്ലാക്ക് കളർ വെച്ച് എഴുതി ഭയങ്കരമായിട്ട് അങ്ങ് കുളമാക്കിയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് വൃത്തിയായിട്ടൊക്കെ ചെയ്താൽ മതി, വലിയ കുഴപ്പമൊന്നും വരുന്നില്ല. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഡൂഡിലിംഗ് ആണ് ഗായ്സ്. ഡൂഡിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കുത്തി വരയ്ക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ചുമ്മാ നമ്മുടെ കയ്യിൽ ഇങ്ങനെ തോന്നുന്നത് എന്തെങ്കിലും, കയ്യിലല്ല മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും കൈ കൊണ്ടങ്ങ് വരച്ച് വയ്ക്കുക. അതായത് ഇപ്പോൾ എൻ്റെ മനസ്സിലോട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ ഞാൻ പണ്ടത്തെ എൻ്റെ ഫസ്റ്റല്ല എൻ്റെ റീസെൻ്റ്ലി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ജേണലിൽ അതും എനിക്കൊരു ജേണൽ ഉണ്ടായിരുന്നു. ആ ഒരു ജേണലിൽ ഞാൻ ഇതുപോലൊരു സെയിം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഡിസൈനൊന്നും കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ അതിനൊന്നും ചെറുതായിട്ട് കോപ്പി അടിച്ചതാണ്. ഇതുപോലെ ഒരു ബാൻഡേജ് വരച്ചിട്ട് മേളിൽ 4-5 പൂ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന പോലെ വരയ്ക്കുക. എന്നിട്ട് ഞാൻ താഴെ ഇങ്ങനെ ഡൂഡിൽ ആർട്ടെന്നൊക്കെ എഴുതി കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കോട്ട്സൊക്കെ എഴുതി കൊടുക്കുന്നത് നല്ലതാണ്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.